കാസർഗോഡ് BLOയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മൊഗ്രാൽ പുത്തൂർ സ്വദേശിയും ചെർക്കള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ സവാദാണ് മരിച്ചത്. സവാദിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. അതേസമയം സവാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നു, കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. സംഭവത്തിൽ കുമ്പള പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. വ്യക്തിപരമായ കാരണങ്ങളാലാണോ അതോ അമിതമായ ജോലി സമ്മർദ്ദം മൂലമാണോ സവാദ് ആത്മഹത്യ ചെയ്തത് എന്നത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമാക്കി. ശനിയാഴ്ച രാവിലെയാണ് സവാദിനെ വീടിന് സമീപത്ത് നിന്നും കാണാതായത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മൊഗ്രാൽ കടവത്ത് പുഴയിൽ അവശനിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ നാട്ടുകാരും രക്ഷാപ്രവർത്തകരും ചേർന്ന് കരയ്ക്കെത്തിച്ച് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല. സവാദിന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ബന്ധുക്കളും കുടുംബാംഗങ്ങളും ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. സവാദിൻ്റെ തന്നെ സമ്മർദ്ദം തന്നെ ഒരുപാട് രാഷ്ട്രീയപരമായിട്ട് തന്നെ ഇങ്ങനെ ഇതാക്കുന്ന കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നിന്നൊക്കെ നമുക്കൊരു വീലിലാകുമ്പോൾ നമുക്ക് ഒരുപാട് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെ സമ്മർദ്ദത്തിലേക്ക് കൊടുന്ന് നമ്മളിപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ അതിനെ പുഷാക്കിക്കൊണ്ട് പോകും. പിന്നെ അവർക്ക് നിൽക്കാൻ പറ്റില്ല ഒരുത്തിനും. നമുക്കൊരു സമ്മർദ്ദത്തിൽ വരുമ്പോൾ ഓവർ ഇത് ജോലി വരുമ്പോൾ പിന്നെ അതിന്ന് തീർത്ത് കൊടുക്കണമെന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഒരു മാഷാണ്. അപ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് താങ്ങാൻ പറ്റാതെ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് താങ്ങാൻ പറ്റില്ല. ഈ താങ്ങാൻ പറ്റുന്നതിന് അതിരുണ്ട്. അവൻ്റെ വീട്ടിൽ അവന് നല്ലൊരു മോനാണ്. അടുത്ത നീതി തീർച്ചയായിട്ടും വേണം, നീതി വേണം. അവരെ കുടുംബത്തിനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഗവൺമെൻറ് അതൊക്കെ കൊടുക്കണം. അത് കൊടുക്കാതെ നമുക്ക് ഇനി തിരിഞ്ഞ് വൈകിട്ട് കാലി വെക്കാൻ തിരിഞ്ഞു പോകാൻ പറ്റില്ല. എന്തെല്ലെങ്കിൽ അത്ര ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്നതാണ്. ഇത് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് ജോലികളുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങൾ സവാദ് നേരിട്ടുവെന്നാരോപിച്ചാണ് കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയത്. അതേസമയം സവാദിന്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ ചിന്തിക്കേണ്ടി വരുന്നു, കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടെന്നുമാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്. പോലീസ് ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങളും മറ്റ് നിയമ നടപടികളും പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധുക്കൾക്ക് വിട്ടുനൽകി. സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിനായി കുമ്പള പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളാലാണോ അതോ അമിത ജോലി സമ്മർദ്ദം മൂലമാണോ സവാദ് ആത്മഹത്യ ചെയ്തത് എന്നത് സംബന്ധിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. ആത്മഹത്യാക്കുറിപ്പിന്റെ ഉള്ളടക്കം, സവാദ് അടുത്തിടെ നേരിട്ടിരുന്ന വ്യക്തിപരമായ സാഹചര്യങ്ങൾ, ഫോൺ രേഖകൾ എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. കുറിപ്പിന്റെ അസൽ സ്വഭാവവും അതിലെ വിവരങ്ങളുടെ വിശ്വാസ്യതയും പരിശോധിച്ച ശേഷമേ അന്തിമ നിഗമനത്തിലെത്താനാകൂ എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിലപാട്. എന്തായാലും ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തിയതിലൂടെ കേസ് അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത്. കാസർഗോഡ് LICയിലെ BLO ഒന്നാമത്തെ ബൂത്തിലെ BLO ആയ ശ്രീ മുഹമ്മദ് സവാദ് മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ബന്ധുമിത്രാദികൾ ഇവിടെയുണ്ട്. അപ്പം അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ ബോഡി ഇവിടെ നിന്ന് മോർച്ചറിയിലേക്ക് മാറ്റുന്നതിന് അവർ ചെറിയ എതിർപ്പ് പ്രകടിപ്പിച്ചു. അവർ ഉറപ്പ് കൊടുക്കണം, അന്വേഷണം നടത്തും എന്ന് ഉറപ്പ് കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. അതനുസരിച്ച് നമ്മൾ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പം നമ്മൾ പോലീസ് തലത്തിലുള്ള അന്വേഷണവും അതുപോലെ തന്നെ റവന്യൂ RO എന്ന നിലയിലുള്ള അന്വേഷണവും, റവന്യൂവിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും പോലീസിൻ്റെ അന്വേഷണവും ഇക്കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകും എന്ന്, അതുപോലെ തന്നെ BLO എന്ന നിലയിൽ അദ്ദേഹത്തിന് കിട്ടേണ്ട സാമ്പത്തിക ആനുകൂല്യങ്ങളെല്ലാം മേടിച്ചു കൊടുക്കുന്നതിന് RO എന്ന നിലയിലുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ബജറ്റിനിണങ്ങിയ വിവാഹാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷനുമായി റോഷി ജ്വല്ലറി. പുതുമയും പാരമ്പര്യവും ഒത്തുചേരുന്ന ഡിസൈൻസ്. റോഷി ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബാങ്ക് റോഡ് ആൻഡ് കോട്ട് റോഡ്, കാസർഗോഡ്. ഫോറെവർ ഷൈൻ.